നമ്മൾ ആദ്യം പോകുന്നത് ആരായിരിക്കും CM എന്ന വാർത്തയിലേക്കാണ്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം മൂലമാണ് ഈ താമസമെന്ന് പറയുന്നു. എന്തായാലും അത്രയും സൗന്ദര്യം വേണ്ട എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. ആ വാർത്തയിലേക്കാണ് പോകുന്നത്. അങ്ങനെ തന്നെയാണ് ഹൈക്കമാൻഡും പറഞ്ഞത്. എല്ലാം ഒന്ന് അടങ്ങട്ടെ, ഫ്ലക്സ് ഒക്കെ മാറ്റും, അത്ര സൗന്ദര്യം വേണ്ട എന്ന് പറഞ്ഞാണ് ഫ്ലക്സുകളൊക്കെ മാറ്റിപ്പിച്ചത്. ഇനി എപ്പോഴാണ് പ്രഖ്യാപനം എന്ന കാത്തിരിപ്പാണ്. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. സോണിയാഗാന്ധിയുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം കൂടി പരിഗണിച്ചാകും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ബംഗളൂരുവിൽ പോയതിനാൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായി നേരിട്ടുള്ള ചർച്ചകൾ ഉണ്ടായില്ല. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ തുടർന്നിരുന്ന രമേശ് ചെന്നിത്തലയും നാട്ടിലേക്ക് മടങ്ങി. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. പാർട്ടി ഹൈക്കമാൻഡ് യുക്തമായ തീരുമാനമെടുക്കും. ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. ഹൈക്കമാൻഡ് ഏത് തീരുമാനമെടുത്താലും ഞാൻ ആ തീരുമാനത്തെ അംഗീകരിക്കും. ഞാൻ എന്നും ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ്. എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കും. അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. വിവരങ്ങളുമായി വിനീത വിജി ഡൽഹിയിൽ നിന്നും, ഒപ്പം അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരും. ആദ്യം വിനീതയിലേക്ക്. ഗുഡ് മോർണിംഗ് വിനീത. കാത്തിരിപ്പ് അങ്ങനെ നീളുകയാണ്. ഇന്നലെയോ ഇന്നോ പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു ആദ്യം വന്ന വിവരങ്ങൾ. പക്ഷേ ഇനിയും തുടർ ചർച്ചകളുടെ സാധ്യത മുന്നിൽ നിൽക്കുന്നു. മുതിർന്ന നേതാക്കൾ എ ആന്റണി ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയം നടത്തും ഹൈക്കമാൻഡ് എന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട വാർത്ത കൂടിയാണ്. എന്താണ് ഇനിയുള്ള നീക്കങ്ങൾ? മല്ലികാർജ്ജുൻ ഖർഗെ എത്തിയാൽ ഇനിയും ചർച്ചകൾ അങ്ങനെ നീളുമോ? വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ ആൻഡ് ക്രിസ്റ്റീന. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ തമിഴ്നാട് സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി രാഹുൽ ഗാന്ധി അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹം തിരികെ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ മല്ലികാർജ്ജുൻ ഖർഗെ ഇപ്പോഴും ബാംഗ്ലൂരിൽ തന്നെ തുടരുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം കൂടി മടങ്ങിയെത്തിയതിനു ശേഷമായിരിക്കും ഒരു നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ നേരിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവുക. പക്ഷെ അതേസമയം രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് എത്തിയ സ്ഥിതി ഒരുപക്ഷെ അദ്ദേഹം തന്നെ മറ്റ് ഘടകകക്ഷികളുമായും ഒപ്പം തന്നെ സോണിയാഗാന്ധിയുമായി നേരിട്ട് ആശയവിനിമയം നടത്തി ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും ആ ഒരു പ്രഖ്യാപനം ഇനി അധികം നീണ്ടുപോകാനുള്ളൊരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയതിനു ശേഷം മല്ലികാർജ്ജുൻ ഖർഗെയുമായി ഒരു ആശയവിനിമയം നടത്തിയാൽ ഒരു റിലീസായോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായോ ഒക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് എത്തുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരെയും ഒരു സമവായത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു പാക്കേജ് കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അത് KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 7 വർഷത്തിലധികമായി AICCയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉന്നത പദവിയിൽ ഒരു 7 വർഷത്തിനപ്പുറം അതിൽ പദവിയിൽ തുടരാൻ പാടില്ല എന്നുള്ളതാണ് AICCയുടെ തന്നെ പ്രമേയമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ VD സതീഷിനെയും രമേശ് ചെന്നിത്തലയും കൂടി ഒരു പ്രത്യേക പാക്കേജ് നൽകിക്കൊണ്ട് ഒരുപക്ഷെ അതൊരു ഉന്നത മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ മറ്റ് ഉന്നത പദവികളോ ഒക്കെ നൽകുന്ന തരത്തിലേക്കുള്ള അവരെ ഒരു തൃപ്തരാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കം തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനി രമേശ് ചെന്നിത്തലയ്ക്കാണ് നറുക്ക് വീഴുന്നതെങ്കിൽ ആ മന്ത്രിസഭയിലേക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകിക്കൊണ്ട് സതീഷിന് പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന നൽകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനോടകം തന്നെ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൃത്തങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും ഇന്നലെ ഈ ചർച്ചകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്നിനിപ്പോൾ രാഹുൽ ഗാന്ധി മടങ്ങിയെത്തിയ സ്ഥിതിക്ക് തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് കൂടെ പോവുകയാണ്. അവിടെ അജ്മൽ ദിറാറുണ്ട്. അജ്മൽ, ഈ വിനീത ഡൽഹിയിൽ നിന്ന് പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ പാക്കേജ് ഈ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നവർക്ക് വേണ്ടി എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു പാക്കേജ് നമ്മൾ ഒന്ന് ഊഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഈ പറയുന്നത് പോലെ KC വേണുഗോപാലിന് ദേശീയ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു നിർദ്ദേശവും, മറ്റൊന്ന് ഈ 5 വർഷത്തെ രണ്ടായി ഡിവൈഡ് ചെയ്ത് 2 ടേമായിട്ട് ഡിവൈഡ് ചെയ്ത് ആദ്യ ടേമിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയും VD സതീശൻ ആഭ്യന്തരമോ ധനമോ അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ, തിരികെ 2.5 വർഷം കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ഒരു പാക്കേജിനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ വിനീത പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അനൗപചാരികമായി അല്ലെങ്കിൽ ഔപചാരികമായ ചർച്ചകളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് ഫോണിലോ മറ്റോ ഈ മുതിർന്ന നേതാക്കളെ ബന്ധപ്പെടലാണ്. രാഹുൽ ഗാന്ധിയും ഖർഗെയും കൂടെ ഒരുമിച്ചിരുന്ന ഒരു ചർച്ചയും അല്ലെങ്കിൽ ഈ നേതാക്കളുമായുള്ള ആശയവിനിമയമൊക്കെ പ്രഖ്യാപനം ഇനിയും നീണ്ടുപോകുമോ എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അജ്മൽ എന്തായാലും റെഡി ആയിട്ടുണ്ട്. അജ്മൽ, വെരി ഗുഡ് മോർണിംഗ്. ഞാൻ ചോദിച്ചിരുന്നത് കേട്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ ടോട്ടൽ ടേമിനെ 2ആയി ഡിവൈഡ് ചെയ്ത് 2 പേർക്ക് 2 ടേമായി കൊടുത്തുകൊണ്ടൊക്കെയുള്ള ഒരു അനുനയ നീക്കത്തിലേക്ക്, അത്തരമൊരു പാക്കേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ?
ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ അതായത് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ രാജാജി മാർഗിലെ 10ാം നമ്പർ വസതിയിൽ നീണ്ട മണിക്കൂറുകൾ തുടർന്ന മാരത്തൺ ചർച്ചയിൽ ഒരു തീരുമാനവും എത്താനാകാതെ UDFന്റെ മുഖ്യമന്ത്രിയുടെ ചർച്ച വീണ്ടും 8ാം നാളിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ നേതാക്കളും അതോടൊപ്പം തന്നെ UDF പ്രവർത്തകരും കടുത്ത അമർഷത്തിൽ തുടരുകയാണ്. ഇത് പരിഹരിക്കുക എന്ന് പറയുന്നത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഘടകകക്ഷികളെ, അതായത് ആദ്യഘട്ടം കേരളത്തിലെത്തിയ നിരീക്ഷകർ ഘടകകക്ഷികളെയും മുതിർന്ന നേതാക്കളെയും കണ്ട് ചർച്ച നടത്തി സംസാരിച്ച് അതിലൊരു അവരുടെ അഭിപ്രായം ആരാനെങ്കിലും ഇനി അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ വീണ്ടും ഹൈക്കമാൻഡ് തന്നെ നേരിട്ടിടപെട്ട് ഘടകകക്ഷി നേതാക്കളെയും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളായ VM സുധീരനും K മുരളീധരനും AK ആന്റണിയും അടക്കമുള്ള നേതാക്കളുമായി ഒരു വട്ടം കൂടി ചർച്ചകൾ നടത്താൻ ഒരുങ്ങുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ അഭിപ്രായം ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം VD സതീശന് വേണ്ടി ഈ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഒരു സമ്മർദ്ദ തന്ത്രം ഹൈക്കമാൻഡിന് മേൽ ചെലുത്തുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ഈ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ ഉയർത്തുന്ന കാരണങ്ങളെന്ന് പറയുന്നത് VD സതീശൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷം കേരളത്തിൻ്റെ പ്രതിപക്ഷ മുഖമായി നിന്നുകൊണ്ട് ഈ ടീം UDFനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു നേതാവാണ്. അദ്ദേഹത്തോട് മുഖ്യമന്ത്രി പദം കൊടുക്കാതെ മാറ്റി നിർത്തുന്നത് ഒരു സ്വാഭാവിക നീതിയുടെ നിഷേധമാണ് എന്നത് ആദ്യഘട്ടം മുതൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതോടൊപ്പം MLA-മാരായ യോഗ്യരായവർ കേരളത്തിലുണ്ടാകവേ MP-മാർ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ ഹൈക്കമാൻഡിന്റെ ഭാഗമായി KC വേണുഗോപാലിനെ വീണ്ടും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ യുക്തി ജനങ്ങൾ ചോദ്യം ചെയ്യുമെന്നത് ആദ്യഘട്ടം മുതലേ ഈ ഘടകകക്ഷികൾ ഉയർത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം ഒരു ഉപതെരഞ്ഞെടുപ്പിനെ കൂടി UDF നേരിടുക എന്നതും സംസ്ഥാനത്ത് UDFനെ ഒരു പ്രതിസന്ധിയിലാക്കുന്ന ഘടകമാണ്. ഇങ്ങനെ നീണ്ട കാരണങ്ങൾ VD സതീശന് വേണ്ടി മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ നിരത്തുമ്പോൾ ഈ സമ്മർദ്ദ തന്ത്രത്തിൽ യഥാർത്ഥത്തിൽ UDFന്റെ ഈ ഘടകകക്ഷികളുടെ ഭാഗമായ ഈ സമ്മർദ്ദത്തിന്റെ പിന്നിൽ, ഒരു സംഘടിത സമ്മർദ്ദത്തിന്റെ പിന്നിൽ മുസ്ലിം ലീഗാണ് എന്ന ഒരു അനുമാനത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഉള്ളത്. ഇതിൽ കടുത്ത അതൃപ്തി ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ അതൊരു പരസ്യ നിലപാടിലേക്ക് പോകാൻ ഒരു സാധ്യതയുമില്ല. അവരെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഈ പറയുന്ന ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്ന അടുത്ത നീക്കം എന്ന് പറയുന്നത്. ഏതായാലും കേരളത്തിൽ ഇന്നലെ എത്തിയ ഈ രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ഒരു അനുനയ നീക്കം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും രമേശ് ചെന്നിത്തലയോട് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കും വിധമാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണവും ഇന്നലെ ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞത് ഈ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകും. അത് ഏത് തരത്തിലാണെങ്കിലും അതിനെ ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ സ്വാഗതം ചെയ്യുകയും അനുസരിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഈ പറയുന്നത് പോലെ ഓരോ തങ്ങളുടെ സീനിയോറിറ്റിയുമായി രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം പാർട്ടിക്ക് വേണ്ടിയും പാർട്ടിയെ ഒരു സംഘടനാ സംവിധാനം എന്ന നിലയിൽ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയും പാർട്ടി അധികാരത്തിലെത്തിക്കാൻ വേണ്ടി മഹോരാത്രം പണിയെടുത്തു എന്ന അവകാശവാദവുമായി VD സതീശനും, എന്നാൽ MLA-മാരുടെ പൂർണ്ണ പിന്തുണയും സംഘടനയ്ക്കുള്ളിലെ പൂർണ്ണ പിന്തുണയും തനിക്കാണ് എന്ന അവകാശവാദവുമായി KC വേണുഗോപാലും മുന്നോട്ട് പോകുമ്പോൾ അതിനേക്കാൾ ഉപരി ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് പിന്നാലെ മന്ത്രിമാർക്കും അവരവരുടെ അവകാശവാദങ്ങളുമായി പല നേതാക്കന്മാരും അവരുടെ ഈ മന്ത്രിമാരാകാനുള്ള യോഗ്യതയുമായി മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായും ഇവർക്കൊക്കെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ച് കൂടുതൽ മികച്ച പാക്കേജുകൾ പ്രഖ്യാപിച്ച് ഒരു മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോൾ ബാക്കി അവകാശവാദം ഉന്നയിച്ച് വന്ന ബാക്കി നേതാക്കന്മാരെ ഏറ്റവും മികച്ച രീതിയിൽ സെറ്റിൽ ചെയ്യുവാനുള്ള നീക്കമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. അതിൽ സോണിയാഗാന്ധിയുടെ അഭിപ്രായം വളരെ പ്രധാനമാണ്. ബംഗളൂരുവിലുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ തിരിച്ച് ഡൽഹിയിലെത്തിയ ശേഷം ഈ ചർച്ചകൾ പുരോഗമിക്കും. ഇന്നോ അടുത്ത ദിവസങ്ങളിലോ തന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലോ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും UDF ക്യാമ്പിനുള്ളിലെ പ്രധാനപ്പെട്ട പ്രതീക്ഷ. ക്രിസ്റ്റീന, മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചാലും കീറാമുട്ടി തീരുന്നില്ല. മറ്റ് ഘടകകക്ഷികൾക്കുള്ള വകുപ്പുകൾ വീതിച്ചു നൽകണം, മറ്റ് പോർട്ട്ഫോളിയോ, അതിനുവേണ്ടിയും സമാനമായ അവകാശവാദങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഓരോരുത്തർക്കും പാക്കേജ് പ്രഖ്യാപിച്ച് അവസാനം വോട്ട് ചെയ്ത വോട്ടേഴ്സിന് എന്ത് പാക്കേജ് കാണും എന്നുള്ളതാണ് നമ്മൾ. തീർച്ചയായിട്ടും ജനകീയ പിന്തുണയാണോ അതോ MLA-മാരുടെ പിന്തുണയാണോ എന്ന കൺഫ്യൂഷൻ ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഒരാളെ തിരഞ്ഞെടുത്താൽ മറ്റൊരാളെ അല്ല 2 പേരെയാണ് സെറ്റിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സമാധാനിപ്പിക്കേണ്ടത്, അനുനയിപ്പിക്കേണ്ടത്. അതിനുള്ള ഫോർമുല എന്താകുമെന്നാണ് കാത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.